ഗായ്സ് വെൽക്കം. അപ്പോൾ ആദിൽ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ ഇതാക്കിയതിനും ഓക്കെ. നമുക്ക് ബോട്ടിൻ്റെ എയർഡോപ്സ് എയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ്, ബോൾട്ടല്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. 35 മണിക്കൂർ ഇതുണ്ട്, അതായത് പ്ലേ ടൈം 35 മണിക്കൂർ നമുക്ക് കിട്ടുമെന്ന് അറിയുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയാക്കാം. പിന്നെ അതിൽ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ IWP ടെക്നോളജി വരുന്നുണ്ട്. പിന്നെ ടച്ചാണ്, ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഏത് എയർപോർട്ട്സ് ആച്ചാലും ഏത് ഇതാച്ചാലും നമുക്ക് ടച്ച് കൺട്രോളാണ് വരുന്നത്. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ 10 മിനിറ്റിൽ സ്വപ്പ് ചാർജ് ചെയ്താൽ നമുക്ക് 120 മിനിറ്റ് പ്ലേ ബാക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ 13 mm ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. പിന്നെ ബീസ്റ്റ് മോഡ് ഉണ്ട്, അതായത് ഗെയിമിംഗ് മോഡ്, അതായത് 50 ms 50 ms ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഡുവൽ മൈക്കാണ്. ഓക്കെ, അതൊക്കെ ഓക്കെ. പിന്നെ ഡിസൈന് ഒരു ഫീച്ചേഴ്സ് ആയിട്ട്, അതായത് ഡിസൈൻ വളരെ പോക്കറ്റബിൾ ആയിട്ട്, അതായത് ചെറിയ ഡിസൈനാണ്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. പിന്നെ IPX5 അതായത് നമ്മളെ ഇത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ലെറ്റ്സ് അൺബോക്സിങ്ങിലേക്ക് പോയാലോ. ഓക്കെ, അൺബോക്സിങ് ഉണ്ടോ നമുക്ക് കാണുന്നുണ്ട്, അറിയാതാണ് സാധനം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മാറ്റിയേക്കാം. നമ്മൾ സാധനം നമുക്ക് പിടിക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ബോക്സ് ഒന്ന് ഫുൾ ഇറക്കട്ടെ. അപ്പോൾ ഇത് ചാർജർ ആക്കാരം. ഓക്കെ, ഇത് ചാർജർ ആക്കാരം. ചാർജർ യെസ്, സി ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ. ഓക്കെ, ഐഫോൺ വരെ സി ടൈപ്പ് ആക്കിയില്ല, പിന്നെ ഇപ്പോൾ എന്താ സി ടൈപ്പിൻ്റെ ചാർജർ മാറ്റിയേക്കാം. പിന്നെ ജസ്റ്റ് ആര് വെച്ചതിനൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇത് യൂസർ മാനുവലാണ്. ഓക്കെ, പിന്നെ ഇത് ഓക്കെ, ഇതെന്താ ഇയർബഡ് ഇഷ്യൂ, ഒരു ഇഷ്യൂ, 2 ഇഷ്യൂ, 3 ഇഷ്യൂ ഒക്കെ. ഇറ്റ്സ് ഓക്കെ. പേപ്പറും കടലാസും അതിൻ്റെ ജസ്റ്റ് ഒരു ആഡും കാര്യം മാത്രമായിട്ട്. ഓക്കെ, ഇത് 1 ഇയറിൻ്റെ മാനുഫാക്ചർ വാറൻറ്റി കാർഡാണ്. ഇത് വാറൻറ്റി കാർഡാണ്. ഓക്കെ, ടാങ്ക് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, റോക്ക് ഇൻ ഇന്ത്യ. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട് കണ്ടോ. ബോട്ട് ഹെഡ് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതുള്ളൂ. നമുക്ക് സാധനം എടുക്കാം നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളെ സാധനം. ഓക്കെ, കണ്ടോ. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സാധനം നമ്മൾ കൈ കിട്ടിക്കണ്ടോ. കാരണം ചെറിയ സാധനമാണ് കണ്ടോ, കുട്ടി സൈസാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ചെറുതാണ്, പക്ഷേ കണ്ടോ ഈ കുട്ടി സൈസ് സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു സൈസുള്ള സാധനമാണ്. ഓക്കെ, ഇതാണ് സാധനം. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ചെക്ക് ചെയ്ത് നോക്കണം, പാട്ടിട്ടുള്ള ഇത് നിൽക്കുന്നുണ്ടോ ചെക്ക് ചെയ്യണം കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതായത് നമ്മളെ ചെവിയിൽ കംഫർട്ടാണെന്ന് നോക്കണം. നമ്മൾ ഫസ്റ്റ് ഞാൻ വെച്ചപ്പോൾ, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ കേൾക്കണം, ഇതിന് മുന്നേ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു ശരിയാണ്. പക്ഷേ നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കംഫർട്ടാകില്ല. പക്ഷേ പിന്നെ നമ്മൾ യൂസ് ചെയ്ത് വന്നപ്പോൾ ഇത് പിന്നെ മനസ്സിലായത് മറ്റെല്ലാവരും കംഫർട്ടാണ്. കാരണം ഒരു നല്ലൊരു ടൈറ്റിൽ നിൽക്കില്ല, പക്ഷേ അത് ചാടിപ്പോകുന്നില്ല. നല്ല കംഫർട്ടാണ്, അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് ഒരു 2K അല്ലെങ്കിൽ 2.5K ആണ് ഞാൻ ഇത് വാങ്ങിയപ്പോൾ. ഇത് 2500 വാങ്ങിയിരിക്കുന്നത്. അതിന് നല്ലൊരു സാധനമാണ് ബോട്ടിൻ്റെ സാധനം, എയർഡോപ്സ് എയ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. ഞാൻ ഗെയിം കളിച്ച് നോക്കി, ഗെയിമിലും വലിയൊരു ലേറ്റൻസി കാര്യമൊന്നുമില്ല. ഒരിക്കലും നമ്മളെ ഇയർഫോൺ, അതായത് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിട്ടുള്ള ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നും വെക്കണ എന്തായാലും ആ ഒരു ഇത് വരില്ല. ബട്ട് നല്ല രീതിയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പക്ക ലോക്കൽ സാധനമാണ്. അതായത് ഒരു 350 റുപ്യേൻ്റെ ഒരു സാധനമാണ്. ആ സാധനത്തിൽ നിന്ന് ഇത് മാറുമ്പോൾ എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടാകും. കാരണം പ്രൈസ് റേഞ്ച് തന്നെ നല്ല ഡിഫറൻസ് ആണ്. അപ്പോൾ പിന്നെ ഫീച്ചേഴ്സ് വെച്ചാലും ക്വാളിറ്റിയിലാച്ചാലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,